അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സ്വഹീഹായ അല്ലെങ്കിൽ സ്വീകാര്യയോഗ്യമായ ഒരു ഹദീസിൽ കാണാം, മനുഷ്യരിൽ ചിലർ നന്മയുടെ താക്കോലുകളാണ്, മറ്റു ചിലർ തിന്മയുടെ താക്കോലുകളാണ്. അതിൽ നന്മയുടെ താക്കോലുകളാവാൻ സാധിച്ച ആളുകൾക്ക് മംഗളമുണ്ട്, ആശീർവാദമുണ്ട്, സ്വർഗമുണ്ട്. തിന്മയുടെ വാതിലുകൾ ആയി മാറുന്ന ആളുകൾക്ക് നാശമുണ്ട് എന്ന് ഹദീസിൽ കാണാം. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നന്മകൾക്ക് താക്കോലുകളുണ്ട്, അതേപോലെ തന്നെ തിന്മകൾക്കും താക്കോലുകളുണ്ട്. ഈ താക്കോലുകൾ ഏതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, ഏത് വാതിലാണ് നാം തുറക്കുന്നത്, അതനുസരിച്ചാണ് നമ്മുടെ വിജയപരാജയം ഇരു ലോകത്തും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് ഈ ഒരു ദർസിൽ തിന്മകളുടെ താക്കോലുകളെ സംബന്ധിച്ച്, അഥവാ 12ഓളം തെറ്റുകളുടെ താക്കോലുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു. അതിൽ നിന്ന് തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നന്മയുടെ താക്കോലായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്ന്, എല്ലാ ഷർറിൻ്റെയും താക്കോലായി നിലകൊള്ളുന്ന കാര്യമാണ് ഹുബ്ബുദ്ദുനിയ വതൂലുൽ അമൽ. ദുനിയാവിനോടുള്ള ഇഷ്ടം, അതേപോലെ തന്നെ വലിയ വലിയ വ്യാമോഹങ്ങൾ, ദുനിയാവിനോടുള്ള വ്യാമോഹങ്ങൾ, ഇഷ്ടം, ഇത് എല്ലാ ഷർറുകളുടെയും താക്കോലാണ് എന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, കല്ല ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. നിങ്ങൾ ഐഹിക ജീവിതത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ആജിലത്തായ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു. വതദറൂനൽ ആഖിറ, ആ ഇഷ്ടത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ എന്തായി? ആഖിറത്തിൻ്റെ വാതിൽ അടഞ്ഞുപോയി. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കാണിക്കുന്നില്ല. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറു വ അബ്ഖ. നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ദീനിൻ്റെ കാര്യം വന്നു, ദുനിയാവിൻ്റെ കാര്യം വന്നു. ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ദുനിയാവിനെയാണ് നിങ്ങൾ മുന്തിക്കുന്നത്. അതിനാണ് തുസിറൂൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അഥവാ രണ്ടും കൂടി വരുമ്പോൾ ഇതിൽ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? അപ്പോൾ പലപ്പോഴും നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത് ദുനിയാവിനാണ്, ആഖിറത്തിനല്ല. എന്നാൽ നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടിയിരുന്നത് ആഖിറത്തിനാണ്. കാരണം വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ, പരലോകമാണ് നിലനിൽക്കുന്നത്, ഈ ദുനിയാവ് നിലനിൽക്കുന്നതല്ല, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. അതേപോലെ തന്നെ ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് പറയുന്ന സൂറത്തുൽ ഹദീദിലെ ആയത്തിൽ കാണാം, ഇഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുവും വസീനത്തും വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് ഇലാ ആഖിരിൽ ആയ. നിങ്ങൾ ഐഹിക ജീവിതമെന്ന് പറഞ്ഞാൽ അത് കളിയും വിനോദവും തമാശയും പരസ്പരം പെരുമ നടിക്കലും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള അധ്വാനവുമൊക്കെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അത് മഴയിലൂടെ ഉണ്ടാകുന്ന നല്ല ഒരു തോട്ടം പോലെയാണ്. മഴ പെയ്തപ്പോൾ ഭംഗിയായി തോട്ടമുണ്ടായി, നിങ്ങൾക്കതിൽ കൗതുകമുണ്ടായി, ഇത് ശാശ്വതമായി നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നല്ല ശക്തമായ വെയിലിൻ്റെ സീസൺ വന്നാൽ എന്തായി? ഇതെല്ലാം കരിഞ്ഞുപോയി, ഉണങ്ങിപ്പോയി. അത്രയാണ് ദുനിയാവ്. എത്ര നിങ്ങൾ അത്ഭുതപ്പെടുത്തിയാലും അതൊക്കെ ഉണങ്ങിപ്പോകുന്നതാണ്, കരിഞ്ഞു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട്, മഗ്ഫിറത്തും റിദ്വാനുമുണ്ട്, പാപമോചനവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലവുമുണ്ട്. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. നിങ്ങളെ ചതിക്കും, നിങ്ങളെ വഞ്ചിക്കും. ഗുറൂർ എന്നാണ് പറഞ്ഞത്, മതാഉൽ ഗുറൂർ. ഗറ യഗുറു എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക, അഥവാ നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്തും. നിങ്ങൾ വിചാരിക്കും ഇതാണ് എല്ലാം, പക്ഷെ അതൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ.
പരസ്പരം പെരുമ നടിക്കലും പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഖബറിടം സന്ദർശിക്കുന്നതുവരെ നിങ്ങൾ ആ ഒരു തെറ്റിലായിരിക്കുമെന്നർത്ഥം. അതുകൊണ്ട് എല്ലാ ഷർറുകളുടെയും താക്കോലായി വർത്തിക്കുന്നത്, എല്ലാ നന്മകളുടെയും വാതിലുകൾ ബന്ധിപ്പിക്കുന്നതായി നിലകൊള്ളുന്നത് ഈ ദുനിയാവിനോടുള്ള സ്നേഹവും അമിതമായ മോഹങ്ങളും വ്യാമോഹങ്ങളുമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പരലോകത്തെ ഇഷ്ടപ്പെടുക, പരലോകത്തെ സ്നേഹിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. രണ്ടാമത്തത് മിഫ്താഹുന്നാർ, നരകത്തിൻ്റെ താക്കോൽ എന്താണ്? ഉലമാക്കൾ പറഞ്ഞു, അൽ ഗഫ്ലതു അൻ ദിക്രില്ലാ വൽ ഗഫ്ലതു അൻ ഖിയാമി ഹഖില്ലാ. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ അശ്രദ്ധ കാണിക്കലും അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന അവകാശങ്ങളിൽ ശ്രദ്ധയില്ലാതിരിക്കൽ നരകത്തിൻ്റെ താക്കോലാകുന്നു. ആരാണോ ഈ രണ്ട് വിഷയത്തിൽ ഗഫലത്തിലാവുന്നത് അവർ നരകത്തിൻ്റെ വാതിലാണ് തങ്ങൾക്ക് വേണ്ടി തുറന്നു വെക്കുന്നത്. അള്ളാഹുവിനെ ഓർക്കണം. പരിശുദ്ധ ഖുർആനിൽ കാണാം, ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവിൻ്റെ ഓർമ്മയെ തൊട്ട് ഹൃദയം കടുത്തുപോയ ആളുകൾ, പടച്ച റബ്ബിനെ ഓർക്കാത്ത ആളുകൾ, അള്ളാഹുവിന് നൽകേണ്ടുന്ന ഹക്കുകൾ വകവെച്ചു കൊടുക്കാത്ത ആളുകൾ, അവരുടെ ഹൃദയം കടുത്തുപോയിരിക്കുന്നു എന്നാണ്. സ്വാധീനം ചെലുത്തുന്നില്ല. അദ്കാറുകൾ, വഅളുകൾ, ഉപദേശങ്ങൾ അവരുടെ മനസ്സിന് സ്വാധീനമുണ്ടാക്കുന്നില്ല. അത്തരം ആളുകളുടെ ഹൃദയത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറുൻ. ഈ പരിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മേലെയായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി കൊണ്ട് പർവ്വതങ്ങൾ പോലും തകർന്നു തരിപ്പണമായി പോകുമായിരുന്നു. പക്ഷേ പർവ്വതത്തേക്കാൾ എത്ര നിസ്സാരമാണ് മനുഷ്യൻ്റെ ഹൃദയം. ചെറിയൊരു മാംസക്കഷ്ണമാണ് ഹൃദയം. പക്ഷേ പർവ്വതത്തിലുണ്ടാക്കുന്ന സ്വാധീനം പോലും അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റുകൾ ഉണ്ടാക്കുന്നില്ല. അള്ളാഹു ചോദിക്കുന്നുണ്ട് സൂറത്തുൽ ഹദീദിൽ, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അള്ളാഹു ഇറക്കിയ അതിലേക്ക് ഹൃദയം വിനയപ്പെട്ട് വരാൻ നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ? നിങ്ങൾ എന്താണ് കാത്തു നിൽക്കുന്നത്? ആരെയാണ് കാത്തു നിൽക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ അള്ളാഹു അവതരിപ്പിച്ച ഹക്കിലേക്ക് ഹൃദയം മടങ്ങാൻ, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് ഹൃദയം മടങ്ങാൻ? അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നരകമാണ് അത്തരം ആളുകളുടെ വാസസ്ഥലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. ആരാണോ അതിരുവിട്ട് പ്രവർത്തിക്കുന്നത്, ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, അവരുടെ വാസസ്ഥലം നരകമാണ്. അപ്പോൾ നരകത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്, നരകത്തിൻ്റെ വാതിലുകൾ നാം തന്നെ നമുക്ക് വേണ്ടി തുറക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അശ്രദ്ധമാകുമ്പോഴാണ്, ദിക്റുകളിൽ നിന്ന് അശ്രദ്ധമാകുമ്പോഴാണ്, ഖുർആനിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ്, അള്ളാഹുവിന് നൽകേണ്ടുന്ന ഹക്കുകളുടെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുമ്പോഴാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തത്, എല്ലാ പാപങ്ങളുടെയും തെറ്റുകളുടെയും ഉമ്മയായി വർത്തിക്കുന്നത് അൽ ഖംർ, മദ്യമാണ്, അല്ലെങ്കിൽ ലഹരി വസ്തുക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ മ്ലേച്ഛവൃത്തികളുടെയും ഉമ്മയാണ്. അതിന് ജനനം നൽകുന്നത് ഖംറാണ്. അതിൽ 2 പോയിൻ്റുകളുണ്ട്. എന്താണ് 2 പോയിൻ്റുകൾ? ഒന്നാമത്തെ പോയിൻ്റ്, ഖംർ എന്ന് പറഞ്ഞാൽ മദ്യത്തിന് മാത്രം പറയുന്ന വേർഡല്ല, ശരിക്കും ശ്രദ്ധിക്കണം. ഖംർ എന്ന വാക്കിൻ്റെ അർത്ഥം, ഉദാഹരണത്തിന് ഈ തട്ടം, ഇതിന് ഖിമാർ എന്നാണ് പറയുക. ഖിമാർ എന്താ? ഖിമാർ എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്നത്, തല മറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. മക്കനക്ക് ഖിമാർ എന്നാണ് പറയുക. മുഖമക്കനക്ക് ഖിമാർ എന്ന് പറയും. എന്താണ്? മറയ്ക്കുന്നത്, മറക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മൂടി വെക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മദ്യത്തിന് ഖംർ എന്ന് പേര് കൊടുക്കാനുള്ള കാരണം, മദ്യത്തിന് ഖംർ എന്ന പേര് കൊടുത്തതാണ്. എന്താ കാരണം? മദ്യം കഴിച്ചാൽ ബുദ്ധി മറഞ്ഞു പോവും. മനുഷ്യൻ്റെ വിശേഷ ബുദ്ധി നഷ്ടപ്പെട്ടിട്ട്, അവൻ്റെ ഹിക്മത്തും യുക്തിയും നഷ്ടപ്പെട്ടിട്ട് അവൻ അവിവേകം പ്രവർത്തിക്കും. ഇതിന് കാരണമായി തീരുന്ന ഏത് കാര്യങ്ങളും ഖംറാണ്. അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് ഖംറാണ്, കഞ്ചാവ്, ആധുനികവും പൗരാണികവുമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഖംറാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചില ഗെയിമുകളോടും കളികളോടും മൊബൈൽ ഫോണിലും മറ്റുമുള്ള
കളികളോടും മറ്റുമൊക്കെ തോന്നുന്ന അഡിക്ഷൻ പോലും ഖംറിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ്റെ വിശേഷ ബുദ്ധിയെ അത് നശിപ്പിക്കും. വിവേകത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് അത്തരം ആളുകൾ മാറുന്നത് കാണാം. സൊസൈറ്റിയിൽ ജീവിക്കാൻ അവർ ഇഷ്ടപ്പെടാത്തത് കാണാം. ഒരു തരം ഉൾവലിയൽ അവരിലേക്ക് കാണാം. മൊബൈൽ ഫോണിനും ഗെയിമുകൾക്കും അഡിക്റ്റഡ് ആവുന്ന കുട്ടികളെ നിങ്ങൾ നോക്കൂ. അവർക്ക് കുടുംബക്കാരെ ഇഷ്ടമില്ല, കുടുംബത്തിൽ പോകാൻ ഇഷ്ടമില്ല, കുടുംബക്കാർ വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമില്ല, അവർക്ക് പുറത്തുപോയി കളിക്കാൻ ഇഷ്ടമില്ല, ദീന് പഠിക്കാൻ അവർക്ക് ഇഷ്ടമില്ല, ഖുർആൻ പഠിക്കാൻ അവർക്ക് ഇഷ്ടമില്ല. മറിച്ച് അവരുടെ ബുദ്ധി ഒരേ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വേള മദ്യത്തെക്കാളും മയക്കുമരുന്നിനേക്കാളുമൊക്കെ അവൻ്റെ തലച്ചോറിനെ ഇതേപോലെയുള്ള പല ആപ്പുകളും ഗെയിമുകളും അതേപോലെയുള്ളതും കീഴടക്കിയിരിക്കും. രണ്ടാണെങ്കിലും ശരി, മനുഷ്യൻ്റെ വിവേകത്തെ നഷ്ടപ്പെടുത്തുന്നതെല്ലാം അത് ഖംറിൻ്റെ പരിധിയിൽ വരുന്നതാണ്. കാരണം ഖംറിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. എന്തിനാണ് കള്ള ഒഴിവാക്കാൻ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, കാരണം മദ്യത്തിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നത്, മദ്യം കുടിപ്പിക്കുന്നതിലൂടെ അതിനെ പ്രേരിപ്പിക്കുന്ന ആൾ ശൈത്താനാണ്. ശൈത്താനാണ് ഒരാളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. എന്തിനാണ് ചെയ്യിപ്പിക്കുന്നത്? വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കരിക്കുന്നതിൽ നിന്നും, അഥവാ കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും മദ്യത്തിലൂടെ അവർ പിശാച് നിങ്ങളെ തടയുന്നു. അപ്പം പിശാച് ലക്ഷ്യമാക്കുന്നത് കള്ളു കുടിക്കുക എന്നതല്ല ലക്ഷ്യം, ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണത്. ലക്ഷ്യം എന്താണ്? അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നിന്ന് ഇയാൾ മാറി നിൽക്കണം, വിശേഷ ബുദ്ധി ഉണ്ടാവരുത്. മദ്യം നിരോധിക്കുന്നതിന്, അഥവാ പരിപൂർണമായും മദ്യം നിരോധിക്കുന്നതിൻ്റെ, അതേപോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ഇറങ്ങിയ ആയത്തെന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബു സ്വലാത വ അൻതും സുകാറാ ഹത്താ തഅലമു മാ തഖൂലൂൻ. ഈമാനുള്ളവരെ, നിങ്ങൾ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ മദ്യപിച്ചു കൊണ്ട് പോകരുത്. കാരണം അന്ന് മദ്യം ഹറാമല്ല. എന്താ കാരണം? ഹത്താ തഅലമു മാ തഖൂലൂൻ. കള്ളു കുടിച്ചാൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിയൂല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ എന്തെങ്കിലും പറയും, പക്ഷെ അത് മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കില്ല. കാരണം അത് നിങ്ങളുടെ ബുദ്ധിക്ക് മറയിട്ടിട്ടുണ്ട് ലഹരി. പക്ഷേ ഇന്ന് ധാരാളം ആളുകൾക്ക് പരാതിയാണ്. എന്താണ്? നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയത് ഓർമ്മല്ല, സലാം വീട്ടിയത് ഓർമ്മല്ല. ജമാഅത്തിൻ്റെ കൂടെ അയാൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കൈകെട്ടിയത് ഓർമ്മല്ല, കഴിഞ്ഞത് ഓർമ്മല്ല. കാരണം എന്താണ്? മനസ്സ് നിറയെ അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് തടയുന്ന 100 കണക്കിന് ചിന്തകളാണ്. ഈ പറയപ്പെട്ടതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തല കുത്തി നിന്നിട്ടായിരിക്കും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നത്. സലാം വീട്ടിയാൽ പിന്നെ ഉടനെ എടുക്കുന്നത് മൊബൈലായിരിക്കും. പിന്നെ ആ മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് പാകപ്പെട്ടു വരുന്നത്? അതുകൊണ്ട് ഭൗതികമായി നമ്മൾ കള്ളിനെക്കുറിച്ച് പറഞ്ഞാലും മറ്റു ലഹരി വസ്തുക്കളെക്കുറിച്ച് പറഞ്ഞാലും, രണ്ടാമത് ഞാൻ പറയുന്നത് റഹ്മാനായ റബ്ബിൻ്റെ ദിക്റിനെ തൊട്ട് തടയുന്ന, ഒരു വേള ഹലാലെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും അതിലുള്ള അമിതത്വം, അതിന് തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കലും ലഹരിയുടെ ഫലം ചെയ്യുന്നു. അതെല്ലാ ഷർറുകളുടെയും ഉമ്മയായി വർത്തിക്കുന്നു. എത്രയെത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, എത്രയെത്ര കുട്ടികൾ ഹൃദയം പൊട്ടി മരിക്കുന്നു. ഇതിൽ അഡിക്റ്റഡായിട്ടാണ്, രോഗികളായിത്തീരുന്നു, ബുദ്ധി നഷ്ടപ്പെടുന്നു, മാനസിക വിഭ്രാന്തിയുള്ളവർ. ഒട്ടനവധി ഷർറുകളുടെ ഉമ്മയായി വർത്തിക്കുന്നു. ഞാനും നിങ്ങളും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാലാമത്തത് മിഫ്താഹുസ്സിന, വ്യഭിചാരത്തിൻ്റെ താക്കോല് എന്ന് പറയുന്നത് ഇത്ലാഖുൻ നളർ, കണ്ണുകളെ അഴിച്ചു വിടലാണ്. ശരിക്കും ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ, അത് സ്ക്രീനിലാണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി, കണ്ണുകളെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് എത്തുന്നത് വ്യഭിചാരത്തിലേക്കായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഈമാനുള്ളവരോട് പറയണം, മുഅ്മിനുകളോട് പറയണം, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനുകളെ ദൃഷ്ടികൾ താഴ്ത്തണം, ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കണം. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ദൃഷ്ടികൾ താഴ്ത്താതിരുന്നാൽ അത് അപകടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും.
ഇത് പുരുഷന്മാരോട് മാത്രമല്ല, വഖുല്ലിൽ മുഅ്മിനാറ്റി, ഈമാനുള്ള സ്ത്രീകളോടും പറയണം, യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുൻ, അവരും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ, അവരുടെ അലങ്കാരങ്ങളിൽ നിന്ന് അവർ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാതിരിക്കട്ടെ. നോട്ടം എന്നത് അപകടമാണ്. ആ നോട്ടത്തിൽ നിന്ന് നാം സ്വയം സുരക്ഷിതരായിരിക്കണം, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് നബിയെ കാണാൻ വേണ്ടി വന്ന ഒരു അറാബിയായ മനുഷ്യൻ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ വീട്ടിലേക്ക് നോക്കുകയാണ്. ദുരുദ്ദേശത്തോടു കൂടി നോക്കിയതല്ല, അവർക്കത്രയും അദബുള്ളൂ, അതുകൊണ്ട് നോക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പ്രവാചകൻ തല ചൊറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്പുണ്ടായിരുന്നു, മൂർച്ചയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് കുത്താൻ നോക്കിയെന്നാണ്. അയാൾ തല വലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ നിൻ്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു. എന്താ കാരണം? നബിയുടെ കരുതലാണ്, വീട്ടിലേക്ക് ആളുകൾ നോക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് ആളുകൾ വീട്ടിലേക്ക് എന്നല്ല, തൻ്റെ ഭാര്യയെ, തൻ്റെ മകളെ, തൻ്റെ സഹോദരിയെ അണിഞ്ഞൊരുങ്ങിയിട്ട് പുറത്തേക്ക് പറഞ്ഞേക്കാണ്. നോക്കിക്കോളി എല്ലാവരും, എൻ്റെ ഭാര്യയുടെ ഭംഗി, എൻ്റെ സഹോദരിയുടെ ഭംഗി, എൻ്റെ പെൺകുട്ടിയുടെ ഭംഗി. ഒരു ശ്രദ്ധയും പുരുഷന്മാർ കാണിക്കുന്നില്ല. അതാണ് പിന്നീട് പ്രണയം. അതേപോലെ തന്നെ ആ പ്രണയത്തിൻ്റെ കൂടെ വ്യഭിചാരമുണ്ടാകും, ഒരു സംശയവുമില്ല. ഈ വ്യഭിചാരവും ഈ പ്രണയവും എല്ലാറ്റിനുമുള്ള കാരണം ഈ അതിർവരമ്പുകൾ പാലിക്കപ്പെടാത്തത് കൊണ്ടാണ്. വ്യക്തികൾ, സമൂഹത്തിനും കുടുംബത്തിനും സംരക്ഷണം നൽകേണ്ടവർ ആരും ഇത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ വ്യഭിചാരം വർദ്ധിക്കുന്നു. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വയക്സുറു സിന, വ്യഭിചാരം വർദ്ധിക്കും, അതിൻ്റെ കൂടെ ഹംറ് വർദ്ധിക്കും. മനുഷ്യന് ബോധം നഷ്ടപ്പെടുമ്പോൾ കൊലപാതകങ്ങളും വർദ്ധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദൃഷ്ടികളെ നിയന്ത്രിക്കുക, കണ്ണുകളെ താഴ്ത്തുക എന്നുള്ളത് വളരെ വലിയ ഫാഹിഷത്തായ വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തിൻ്റെ തൊട്ടടുത്ത് പോയി നിൽക്കരുത് എന്നാണ്. അടുത്തേക്ക് പോലും പോകരുത്, അകന്നു നിൽക്കണം എന്നാണ്. ഇന്നഹു കാന ഫാഹിഷ, അത് വളരെ മോശമായ ഒരു ഏർപ്പാടാണ്. വസാഅ സബീല, തെറ്റായ വഴിയുമാണ്, അതിനേക്കാൾ മോശമായൊരു വഴി വേറെയില്ല. അതുകൊണ്ട് അതിനെ സമീപിച്ചു പോകരുതെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൽപ്പെട്ടതാണ് നോട്ടം, ശ്രദ്ധിക്കുക. അഞ്ചാമത്തത്, ഒട്ടനവധി സൗഭാഗ്യങ്ങൾ, ബറക്കത്തുകൾ, നന്മകൾ തടയപ്പെടുന്നതിൻ്റെ കാരണം, അതിൻ്റെ താക്കോലെന്ന് പറയുന്നത് മടിയും അൽക്കസ്ലു വറാഹ, വിശ്രമിക്കാനുള്ള ടെൻഡൻസിയുമാണ്. മടി കാരണം എത്ര നന്മകളാണ് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത്. വിശ്രമിക്കട്ടെ എന്ന ചിന്ത കാരണം എത്ര നന്മകളാണ് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത്. ചിലർക്ക് ഉറങ്ങാൻ തന്നെയാണ് താല്പര്യം. ഒഴിവ് കിട്ടിയാൽ പിന്നെ ചെയ്യേണ്ട പണി ഉറക്കമാണ് എന്ന ഒരു കായിക തന്നെ പുതുതലമുറ മനസ്സിലാക്കിയിരിക്കുന്നു. വേറെ ജോലിയൊന്നുമില്ലേ, എന്നാ ഉറങ്ങുക, വിശ്രമിക്കുക. ഇനി അതൊന്നുമല്ലെങ്കിൽ റാഹത്തിന് വേണ്ടി, ആഘോഷിക്കാൻ വേണ്ടി, ആഹ്ലാദിക്കാൻ വേണ്ടി പുറത്തിറങ്ങുക. നന്മകൾക്ക് വേണ്ടി അത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അതിലൂടെ മനുഷ്യൻ ഈ ലോകത്ത് മാത്രമല്ല, അലസതയിലൂടെ ഒരാൾ നഷ്ടപ്പെടുത്തുന്നത് ദുനിയാവിൽ ഒരുപാട് ലാഭങ്ങളാണ്. എത്ര ആളുകളാണ് നല്ല കച്ചവടം, നല്ല സ്ഥാപനം, പക്ഷേ അയാളുടെ മടി കൊണ്ട് സ്ഥാപനം പൂട്ടിപ്പോവാണ്. നല്ല നിലക്ക് ചിന്തിക്കുന്നില്ല, നല്ല പ്ലാനുകൾ ഉണ്ടാക്കുന്നില്ല, റാഹത്താണ് ഇഷ്ടം, കഷ്ടപ്പെടാൻ കഴിയുന്നില്ല, ലാഭം ഉണ്ടാവില്ല. കഷ്ടപ്പെടാത്തവർക്ക് എങ്ങനെയാണ് ലാഭം ഉണ്ടാവുക? കഷ്ടപ്പെട്ട് പഠിക്കാത്തവർക്ക് എങ്ങനെയാണ് നല്ല ജോലി ഉണ്ടാവുക? പഠിക്കാനുള്ള കഴിവുണ്ട്, അലസത കാണിക്കുന്നു, മടി കാണിക്കുന്നു, പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, ജോലി ചെയ്യുന്നില്ല. അനുഗ്രഹങ്ങളെ തടയുന്ന സംഭവമാണത്. അത് തുറക്കരുത്. ഉത്സാഹത്തിൻ്റെ വാതിൽ തുറക്കണം. റാഹത്തിൻ്റെ വാതിലല്ല, അധ്വാനിക്കാനുള്ള വാതിലാണ് തുറക്കേണ്ടത്. ഫൈദാ ഫറഗ്ത ഫൻസബ് വ ഇലാ റബ്ബിക ഫർഗബ്. ഒന്നിൽ നിന്ന് ഒഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹുവിലേക്ക് നിൻ്റെ താല്പര്യങ്ങൾ പറയണം, റബ്ബിനോട് പ്രാർത്ഥിക്കുക, ഒന്നിന് പിറകെ മറ്റൊന്നായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ തന്നെ കുഫറിൻ്റെ, നന്ദികേടിൻ്റെ താക്കോലെന്ന് പറയുന്നത് അൽ മആസി, അനുസരണക്കേടുകളാണ്. അതായത് പരിശുദ്ധ ഖുർആനിൽ കാണാം, വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നു,
അതിനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അലങ്കാരമാക്കിയിരിക്കുന്നു. വക്കറഹ, നിങ്ങൾക്ക് വെറുപ്പുള്ളതാക്കിയിരിക്കുന്നു. എന്തൊക്കെ? അൽ കുഫ്ര, സത്യനിഷേധം, വൽ ഫുസൂഖ, അധർമ്മം, വൽ ഇസ്യാൻ, അനുസരണക്കേട്. എന്താ അവിടെ അങ്ങനെ പറയാൻ കാരണം? കുഫറും അനുസരണക്കേടുമൊക്കെ. കാരണം ചെറിയ ചെറിയ അനുസരണക്കേട് വലിയ വലിയ അനുസരണക്കേടിലേക്കും, വലിയ വലിയ അനുസരണക്കേട് പിന്നീട് കുഫറിലേക്കും ഷിർക്കിലേക്കും മനുഷ്യനെ എത്തിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാകും വ മുഹഖറാത്തി ദുനൂബ്, ചെറിയ ചെറിയ പാപങ്ങളെ ശ്രദ്ധിക്കണം. കാരണം ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങൾ ആദത്താക്കിയാൽ പിന്നെ വലിയ പാപം ചെയ്യുന്നതിൽ മനസാക്ഷി കുത്തില്ലാതാവും. വലിയ തെറ്റുകൾ ചെയ്യുന്നതിൽ മനസ്സിന് പ്രശ്നമൊന്നും തോന്നാത്ത ഒരാൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈമാൻ എന്ന് പറഞ്ഞാൽ കൂടുകയും കുറയുകയും ചെയ്യുന്ന കാര്യമാണല്ലോ. അമലുകൾ ഈമാനിനെ സ്വാധീനിക്കും, വൻ പാപങ്ങൾ ഈമാനിനെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല, വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് മോഷ്ടിക്കാൻ കഴിയില്ല, വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്ക് കള്ളു കുടിക്കാൻ കഴിയില്ല എന്നൊക്കെ ഹദീസിൽ കാണാം. അതെന്താ പറയാനുള്ള കാരണം? കാരണം ഈ വൻ പാപം ചെയ്യുന്നവൻ്റെ മനസ്സിൽ നിന്ന് ഈമാനിൻ്റെ ഒരു വലിയ അളവ് ഉയർത്തപ്പെടുന്നതാണ്. ആ ഈമാനോടുകൂടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. അതിൻ്റെ അർത്ഥം വൻ പാപങ്ങൾ നമ്മെ ഈമാനിൽ നിന്ന് അകറ്റുന്നു, നമ്മളെ പുറത്താക്കുന്നില്ല, ഇസ്ലാമൊന്നും പുറത്താക്കുന്നില്ല, പക്ഷെ അതിൽ നിന്ന് അകറ്റുന്നു. പക്ഷേ അയാളും കുഫറിൻ്റെയും ബൗണ്ടറി വളരെ അടുത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബൈനൽ അബ്ദി വബൈന ശിർക്കി വൽ കുഫ്രി തർക്കുസ് സ്വലാഹ്. ഒരു മുസ്ലിമായ അടിമയും ഷിർക്കും തമ്മിലുള്ള അകലെന്ന് പറയുന്നത് നമസ്കാരം ഉപേക്ഷിക്കലാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ, നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്ന് പറഞ്ഞാൽ അതാണ് ബൗണ്ടറി. അപ്പോൾ കുഫറിൻ്റെയും ഈമാനിൻ്റെയും ഇടയ്ക്ക് ബൗണ്ടറിയായി നിൽക്കുന്ന ഒരുപാട് വൻപാപങ്ങളുണ്ട്. ഈ വൻപാപങ്ങളിൽ നിന്ന് പിന്നീട് കുഫറിലേക്ക് പോകാനുള്ള വഴി വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം, സുന്നത്തിനെ അവഗണിച്ച് തുടങ്ങിയവരൊക്കെ പിന്നീട് സർവമത സത്യവാദികളോ നിരീശ്വരവാദികളോ യുക്തിവാദികളോ ആയിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ. കാരണം പിശാച് അങ്ങനെയാണ് കൊണ്ടുപോകുക എന്നാണ്. പിശാചിനൊരു ഒറ്റയടിക്ക് ഒരാളെ മതത്തിൽ നിന്ന് പുറത്താക്കാൻ ശൈത്താന് കഴിയില്ല. ഈമാൻ ഉറച്ച ഒരാളെ പിന്നെ എങ്ങനെയാണ് വസ്വാസുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും സുന്നത്തിനെക്കുറിച്ച്. അങ്ങനെ സുന്നത്തിനെ നിഷേധിച്ച് പിന്നീട് സുന്നത്തിനെ നിഷേധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുന്നത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രൊട്ടക്ഷനാണ് എന്നാണ്. ബിദഅത്തിലേക്കും മറ്റും പോവാതിരിക്കാനുള്ള ഈ പ്രൊട്ടക്ഷനാകുന്ന ഈ ഹിമായത്തിനെ ഒരാൾ തകർക്കുമ്പോൾ പിന്നെ അയാൾ ഏത് ആശയത്തിലേക്കും പോകുന്നതാണ്. വല്ലാഹുൽ മുസ്തആൻ വഅലൈഹി തുക്ലാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, അനുസരണക്കേട് ചെറുതാകട്ടെ നമ്മൾ ഒഴിവാക്കുകയും അതിനോടൊരു വെറുപ്പ് വേണമെന്നാണ്. അതാണ് വക്കറഹ. നിങ്ങളുടെ മനസ്സിൽ അനുസരണക്കേടിനോട് വെറുപ്പുണ്ടാകുമ്പോൾ അത് ഈമാനിൻ്റെ അടയാളമാണ് എന്നാണ്. ഇല്ലെങ്കിൽ അത് കുഫറിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 6 അടുത്ത ദർസിൽ വിശദീകരിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുകയും അത്തരം വാതിലുകൾ നമ്മൾ നിസ്സാരമായി കരുതി അത് തുറന്നു നോക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് ആ വാതിലിലൂടെ യഥാർത്ഥത്തിൽ നരകത്തിൻ്റെ വാതിലിലേക്ക് പ്രവേശിക്കുകയാണ് നാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഞാനും നിങ്ങളും ജാഗ്രത പുലർത്തുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.